മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടല്ലോ. രാവിലെ ആകുമ്പം മക്കളായാലും മുതിർന്നവരായാലും ചോദിക്കും, ഇന്ന് രാവിലെ എന്താ കഴിക്കാൻ, അതിനെന്താ കറി എന്നല്ലേ. കറിയൊക്കെ ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ അവർക്ക് കഴിക്കാൻ കൂടുതൽ ഇഷ്ടമായിരിക്കും. അത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അനുഭവമുള്ള കാര്യമല്ലേ. ഇന്ന് ഞാൻ ദോശയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഉള്ളി സാമ്പാറാണ് പറയുന്നത് കേട്ടോ. അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുക്കണം. ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. ഉള്ളി വൃത്തിയാക്കി ആ ചട്ടിയിലേക്കിട്ട് നമുക്കതിനെ ഒന്ന് ആദ്യം ഇളക്കി മൂപ്പിച്ചെടുക്കാം. അതായത് നന്നായിട്ട് വഴറ്റി വരണ്ട, ഉള്ളി മുറിക്കുകയും ചെയ്യണ്ട. ഉള്ളി ഫുള്ളായിട്ട് തന്നെ ഇട്ട് നല്ല ഇങ്ങനെ ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3-4 തക്കാളി, ചെറിയ തക്കാളിയാണ് ഞാൻ അരിഞ്ഞിട്ടത്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ തക്കാളി ഉള്ളി നന്നായിട്ട് റെഡിയായി വരണം കേട്ടോ, ആ തീയിൽ കിടന്നിട്ട്. ഞാനിത് അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത്. വിറകടുപ്പിൽ വരുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഈ മുരിങ്ങയൊക്കെ ഒരു പീസ് വീട്ടിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ടതാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അത് ഈ ഉള്ളി സാമ്പാറിന് മുരിങ്ങയൊക്കെ നിർബന്ധമില്ല. ഇരുന്നത് കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതും കൂടെ ഇതിൽ കൂടെ ചേർത്താണ്. പിന്നെ ഇതെല്ലാം ഒന്ന് പിടിക്കാൻ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് വെന്ത് വരണം കേട്ടോ. ആ വെന്ത് സോഫ്റ്റ് ആവണം. തക്കാളി വെന്ത് സോഫ്റ്റായി മുരിങ്ങക്കായും ഒന്ന് വേവണം. ആ വേകുന്ന പരുവം വരെ നമുക്കിങ്ങനെ അടച്ചു വെച്ചിട്ടോ തുറന്ന് വെച്ചിട്ടോ നമുക്കിങ്ങനെ തന്നെ ഇളക്കി അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ നമുക്ക് ആവശ്യമുള്ള പരിപ്പ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കണം. ഇതേ കണക്ക് വേവിച്ചെടുത്ത് അതൊന്ന് ഉടച്ച് നമുക്ക് ഈ ഉള്ളിയോടൊപ്പം ഒഴിച്ചു കൊടുക്കാം. ഈ ഉള്ളിയോടൊപ്പം ഒഴിച്ചിട്ട് കുക്കറിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് ആ കുക്കറിലുള്ള പരിപ്പിനെ ഒന്നും കൂടെ മിക്സാക്കി എടുത്ത് ബാക്കിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാമ്പാറാകുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വേണമല്ലോ. പരിപ്പ് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ കുറുകി വരും. അത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇത് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ട മസാല ചേർക്കാം. അതിലാദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പുളിവെള്ളം പിഴിഞ്ഞെടുക്കുക. ഈ തക്കാളി ചേർത്തിട്ടുള്ളതുകൊണ്ട് പുളി കുറച്ച് മതിയാവും. ആ പുളിവെള്ളത്തിലേക്ക് നമുക്കിതിൻ്റെ മസാലകൾ ചേർക്കാം. ഇത് ഞാൻ ചേർത്തത് സാമ്പാർ പൊടിയാണ് കേട്ടോ. ഇത് സാമ്പാർ പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ എൻ്റേതായ ചേരുവകൾ വെച്ച് തയ്യാറാക്കി എടുക്കുന്നത്. 2 സ്പൂൺ സാമ്പാർ പൊടി ഞാൻ ചേർത്തു. എന്നിട്ട് സാദാ മല്ലിപ്പൊടി 1 സ്പൂൺ ചേർത്തു. പിന്നെ അതിനോടൊപ്പം ചേർത്തത് കുറച്ച് മുളക് പൊടിയാണ്. അതായത് എരിവിന് സാമ്പാർ പൊടിയിൽ എരിവുണ്ട്, അതിനനുസരിച്ചുള്ള മുളക് പൊടി മാത്രം ചേർക്കുക. അത് ചേർത്തിട്ട് ഒരു 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് അതും കൂടെ അതിൽ ചേർത്ത്, പിന്നെ ഞാൻ ചേർത്തത് കായം. ഇതിനാവശ്യമായ കായവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ പുളിവെള്ളത്തിൽ മസാലകളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് നമ്മൾ ചേർത്ത പരിപ്പിൻ്റെ ഉള്ളിയോടൊപ്പം ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് പരിപ്പ് അവിടെ തിളയ്ക്കുന്നുണ്ടാവും. തിളച്ച് വരുന്ന സമയത്തേക്കിന് നമുക്കത് അതിലേക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഈ പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആ മസാല മൊത്തത്തിൽ നമുക്ക് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ആകും. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. എന്നുവെച്ചാൽ സാമ്പാറായതുകൊണ്ട് ഒരുപാട് കുറുവും വേണ്ട, എന്നാൽ ഒരുപാട് വെള്ളം ആയിട്ടിരിക്കുകയും വേണ്ട. ആ പരുവത്തിന് നമ്മുടെ കറക്റ്റ് പരുവം ആവുന്നത് വരെ നമുക്ക് ആ തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് റെഡിയായി വന്നു കഴിയുമ്പോൾ ഇറക്കുന്നതിന് കുറച്ച് മുൻപേ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടെടുത്തിട്ട് നമ്മൾ സാധാരണ പോലെ ഇത് കടുകും കൂടെ താളിച്ചൊഴിച്ചാൽ മാത്രം മതി. ഒരുപാട് കായ്കറികളോ ഒന്നും വേണ്ട. വെറും തക്കാളി ഉള്ളിയും മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഉള്ളി സാമ്പാർ തയ്യാറാക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം. കറി നല്ലതാണെങ്കിൽ രാവിലത്തെ ഭക്ഷണം കേമമായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കി ഇങ്ങനെ ഒരു ഉള്ളി സാമ്പാർ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഐറ്റമാണ്. നിങ്ങൾക്ക് എന്താ ഇഷ്ടമായില്ലേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ചെയ്ത് നോക്കാൻ ആരും മറക്കരുതേ. ട്രൈ ചെയ്ത് നോക്കണേ, കാരണം അത്ര ടേസ്റ്റി ആയിട്ട് നമുക്കിത് ദോശയ്ക്ക് മാത്രമല്ല കേട്ടോ, ചോറിനൊപ്പം ഉള്ളിയാണ് എല്ലാം ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഒരു അച്ചാർ ഈ കറി മാത്രം മതി. ഈ ഉള്ളി സാമ്പാർ ഉണ്ടെങ്കിൽ ചോറ് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ.